ഹലോ, അപ്പം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്ര കേട്ടോ. അനിയത്തി വീട്ടിൽ വന്നപ്പോൾ നമുക്ക് അന്ന് പുറത്ത് പോയാലോ എന്ന് പറഞ്ഞിട്ട് ചെറുപിടയിൽ നമ്മൾ തീരുമാനിച്ചാണ് കേട്ടോ അങ്ങനെ ഒരു പോക്ക്. അപ്പം നമ്മൾ പോണത് നമ്മുടെ മല്ലൻകുഴി കാണാൻ. ഞാനും ചേട്ടൻ പണ്ടും ചെക്കന്മാരൊക്കെ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചക്രവട്ട് ഇതാ നമ്മുടെ ഒപ്പം പോവുകയാണ് ഇപ്പോൾ. പ്ലേസ് തന്നെ എരുമപ്പെട്ടിയാണ് കേട്ടോ. എരുമപ്പെട്ടിയിൽ നിന്നാണ് ഈ മല്ലൻകുഴിക്ക് പോവുക. അപ്പോൾ അധികം വീടുകളൊന്നും ഈ ഭാഗത്തില്ല. ഒരു ഫോറസ്റ്റ് ഏരിയയാണ് കേട്ടോ മല്ലൻകുഴി. അപ്പോൾ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ വീടുകളൊക്കെ കുറവാണ്. പിന്നെ ഫുൾ റബ്ബറും തോട്ടവും അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് കൊണ്ട് വന്നിട്ടുണ്ട് വെച്ചാൽ നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് കേട്ടോ കയറേണ്ടത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കൊരു കുറുക്കനൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമുക്ക് മനസ്സിലാക്കാമല്ലോ ഒരു ഇവിടുത്തെ ഏരിയ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ റോഡൊക്കെ നല്ല മോശമാണ് കേട്ടോ. പോരെ പോരെ പോരെ. അപ്പോൾ വിചാരണ മാത്രമേ ഈ വഴി അറിയുള്ളൂ. ഞങ്ങൾ മുന്നിൽ പോവാണ്, മറ്റൊരു പിന്നിൽ വരുന്നിട്ട്. ആ കുട്ടി അവരുടെ ഒപ്പമാണ്. കാണുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ. കാരണം ആൾക്കാരൊന്നും ഇല്ലേ എന്നുള്ള അങ്ങനെ ഒരു ഇതാണ് നമുക്ക് ഉണ്ടാവുക. പക്ഷേ ഇങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ ഇഷ്ടപ്പെടുന്നവരിങ്ങനെ ഉൾഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ട് അങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണിച്ചാൽ വരാനുള്ള അടിപൊളി പ്ലേസ് തന്നെ കേട്ടോ. പിന്നെ മഴക്കാലത്തൊക്കെ തോന്നുന്നു ഇവിടെ കൂടുതലും ആളുകൾ വരുന്നത്. സൺഡേസിൽ ഫാമിലീസും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചാണ്ട് ഉള്ളിലോട്ട് ഉണ്ട് തന്നെ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ റബ്ബറാണ് കേട്ടുള്ളത്. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ പുല്ല് വെട്ടാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. പിന്നെ ഒറ്റയ്ക്ക് ഒന്നോ രണ്ടോ ആളൊക്കെ ആയിട്ട് വരണമെങ്കിലും കൂടുതൽ നല്ലത് കുറച്ചാൾ കൂടി വരണമാണ് കേട്ടോ. അങ്ങനെയുമ്പോൾ നമുക്ക് സേഫാണ്. നമുക്ക് ഒരു പേടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം കാടാണ് ഉള്ളിലേക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾ കൂടിയിട്ട് വരണ കൂട്ടി രസം ഉണ്ടാവുക. നമുക്കൊരു ബോറടി ഉണ്ടാവില്ല. അവിടെ ഇന്നടാ നിർത്തിക്കോ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇവിടെ ഇറങ്ങിട്ട് പോവാം. വെള്ളത്തിന്റെ സൗണ്ടൊക്കെ ഉണ്ട്. അത് പിടിച്ച ഞങ്ങൾ ഇറങ്ങാം. അത് വീഴണ്ടാ, നോക്കിട്ട് നിൽക്കട്ടാ.
അങ്ങോട്ട് പുഴ ഏതാ മരം ഏതാ അറിയുന്നില്ല. ചെരുപ്പ് ഇവിടെ ഊരിക്ക അല്ലേ ഇല്ലേ? ചെരുപ്പ് ഇവിടെ ഊരിക്ക, ചെരുപ്പ് ഇവിടെ ഊരിക്ക. വരുന്നുണ്ട് വരുന്നുണ്ട്. ആ വരാ വരാ മേമ മാറി. അവിടെ നോക്ക്, അത് നോക്ക്. എന്തോ ദൈവത്തറ തന്നു. അയ്യോ ആദ്യമായിട്ട് വെള്ളം കണ്ട പോലെ ചായ ചായ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് പത്തേക്ക് ഇങ്ങനെ കാണിച്ചെടുക്കും, ഇങ്ങനെ കാണിച്ചെടുക്കും. ചേച്ചി ഇട്ടെടുത്തോ. അവന് ഇവിടെ അവിടെ വെള്ളച്ചാട്ടമുണ്ട്. നമുക്ക് പപ്പി നമുക്ക് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിപ്പോയിട്ട് അമ്മോട് പറയാൻ പറഞ്ഞു. അമ്മോടെ കേറട്ടാ. 1 2 3. എന്തായിരുന്നോ ഞങ്ങളിത് അവിടുന്ന് ഇനി ഇതിൻ്റെ മെയിൻ സ്ഥലത്തേക്ക് പോകട്ടോ. കുറച്ചുകൂടി അങ്ങോട്ട് കയറി പോകണം. അവിടെ അമ്പലമൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്നേ. അപ്പോൾ നല്ല ഉള്ളിലേക്ക് തന്നെ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് നല്ല മോശം കേട്ടോ. നമുക്ക് പതുക്കെ നല്ല കെയർഫുള്ളായിട്ട് പോയാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോൾ കാണിച്ചാലും വണ്ടി ചെരിയാനൊക്കെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ തന്നെയാണ് വണ്ടി പോണത്. അത് കണ്ടില്ലേ, ഫുള്ള് റബ്ബറോടെ പാലെടുക്കൽ അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല റബ്ബറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വനത്തിൽ ഒരു എന്താ പറയുക, ഒരു അമ്പലമൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. നമ്മളിത് കാണാനൊരു ആകാംക്ഷയിൽ ആണ്. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടാവില്ല, ഇങ്ങനെ ഉള്ളിലേക്കുള്ള സ്ഥലത്തേക്ക് പോകുന്നപ്പോൾ ഇഷ്ടാവില്ല എന്നൊക്കെ എന്നിട്ടാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഇതുവരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളിതാ നമ്മുടെ ഫ്രണ്ടിലെത്തിയിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. പിന്നെ
ഇതാണ് അമ്പലം. അങ്ങനെ എന്നും ഓപ്പൺ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വല്ലാതെ അറിയില്ല. എന്താ വെച്ചാൽ ചേട്ടൻ പറഞ്ഞ കൊല്ലത്തിലൊരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞു കേട്ടോ. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ആ ഒരു അമ്പലക്കുളമുണ്ട്. അമ്പലക്കുളം അത് പെട്ടെന്ന് കാണില്ല കേട്ടോ. ഫുള്ള് ഇങ്ങനെ ഒരു പായൽ പോലൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുക കാരണം അറിയില്ല. പിന്നെ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയിട്ട് ഇവർ ബാത്റൂം നോക്കാൻ പോകുക കേട്ടോ. അപ്പോൾ വരുന്നവർക്ക് ഇങ്ങനെ മൂത്രമൊഴിക്കാനൊക്കെ നമുക്ക് പോകണമെന്നുണ്ട് വെച്ചാൽ ഇവിടെ ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് മെയിൻ നമ്മൾ കാണാൻ വന്നൊരു സംഭവം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മേലോന്ന് ഇങ്ങനെ ഒലിച്ച് വരികയാണ്. നല്ല ഉറവയുണ്ട്, നല്ല തണവുള്ള വെള്ളമാണ് കേട്ടോ. ഈ ഒരു ടൈമായിട്ട് തന്നെ ഉണ്ടിട്ട് വെള്ളം ഇങ്ങനെ. അപ്പോൾ വർഷക്കാലത്തൊക്കെ എന്തോരം വെള്ളം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. പിന്നെ ഇവിടെ ഭാഗത്തുള്ള ചെക്കന്മാരൊക്കെ കുളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. നല്ല വൈബാണ്. തണുത്ത അടിപൊളി വെള്ളമാണ് കേട്ടോ ഈ വരുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമാണ് വരുന്നത് കേട്ടോ. വെള്ളം അതിന് കൊണ്ടുപോയി വെച്ചിട്ടാണ് കറിയണതേ. അവിടെ കുഴിയാണ്, അവിടെ കുഴിയാണ്. ആൾക്കാർ വന്നിങ്ങനെ ഇരിക്കുന്നതാണ് അവിടെ. പറഞ്ഞ മനസ്സ് അപ്പോൾ നമ്മൾ ഇവിടുന്നും ഉള്ളിലോട്ട് അങ്ങോട്ട് മേലോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു ഇതേപോലെ തന്നെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങോട്ട് കയറി. എനിക്ക് നല്ലപോലെ എടുക്കാത്ത കാര്യം ഞങ്ങളിവിടെ കുന്നത്തെത്തി എത്തിയിരിക്കുകയാണ്. മണ്ടയില് അപ്പോൾ ചെന്ന് കയറി കുറച്ചുകൊണ്ട് എത്തിയപ്പോഴേക്കും ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം, ഈ വെള്ളമൊക്കെ കേട്ടോ അങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പം ഇങ്ങനെ വെള്ളം ഇവിടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. പിന്നെ ഇതാണല്ലേ ഇവിടുന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. കുറച്ചുകൂടി മുന്നിൽ പോയാലാണ് ഇതിൻ്റെ ലാസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണ വഴിക്ക് ഇത് അവിടെ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ആൾക്കാരാണ് ഇവിടെ മുന്നത്തെ കുറെ മുന്നേ വലിയ കാര്യമായി. ഫോറസ്റ്റ് ഏരിയ ആണ്. കാണുമ്പോൾ ഒക്കെ നമുക്കൊരു പേടിയൊക്കെ ആവണമെങ്കിലും കൂടി നല്ല അടിപൊളിയാണ് കേട്ടോ അവിടെ വന്നിട്ടുണ്ട് വെച്ചാൽ. അപ്പോൾ നിങ്ങൾ ഇത് മുന്നേ ആരെങ്കിലും വന്നിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് കേട്ടോ, ഞങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പം നമ്മളുടെ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്നാണ് ഇതിങ്ങനെ ഒലിച്ച് വരുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഇനിയും ഉണ്ടാവാം കേട്ടോ, നമ്മൾ അങ്ങോട്ടൊന്നും പോവില്ല, ഇതുവരെ ഇവിടെ ആൾക്കാർ പോകാറുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക.